വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവൃത്തികൾ അധ്യായം 22 പൗലോസ് തന്റെ അറസ്റ്റിന് ശേഷം യെരുസലേമിലെ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയും തന്റെ ജീവിത സാക്ഷ്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ എങ്ങനെ കണ്ടുമുട്ടിയെന്നും തന്റെ ദൌത്യം എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ദൈവത്തിന്റെ ദൌത്യം നിർവഹിക്കുന്നവരെ അവൻ കാത്തുസൂക്ഷിക്കുകയും എതിർപ്പുകളുടെയും ഗൂഢാലോചനകളുടെയും നടുവിൽ പോലും തന്റെ ഉദ്ദേശ്യം നിറവേറ്റുകയും ചെയ്യുന്നു. ധൈര്യമായിരിക്കുക എന്ന കർത്താവിന്റെ വാക്കാണ് ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം. പൗലോസ് എബ്രായ ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. താൻ യഹൂദനാണെന്നും ഗമാലിയേലിന്റെ കീഴിൽ ന്യായപ്രമാണത്തിൽ പരിശീലനം നേടിയവനാണെന്നും പറഞ്ഞു. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ആളാണ് താനെന്ന് അദ്ദേഹം സമ്മതിച്ചു. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ സ്വർഗത്തു നിന്നുള്ള പ്രകാശം അദ്ദേഹത്തെ ചുറ്റി ഷൗലേ ഷൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന യേശുവിന്റെ ശബ്ദം കേട്ടു. ആ പ്രകാശത്താൽ അദ്ദേഹം അന്ധനായി. അനന്യാസ് എന്ന വിശ്വാസി വന്ന് അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കാനും വിശ്വാസത്തിൽ വളരാനും സഹായിച്ചു. പാപക്ഷമയ്ക്കായി സ്നാനം സ്വീകരിക്കാൻ അനന്യാസ് ഉപദേശിച്ചു. ജെറുസലേമിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൗലോസിന് പ്രത്യക്ഷനായി. യഹൂദന്മാർ തന്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ലെന്ന് കർത്താവ് അറിയിച്ചു. തുടർന്ന്, ഞാൻ നിന്നെ ദൂരെയുള്ള ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് ദൈവം പറഞ്ഞു. ജാതികളെക്കുറിച്ചുള്ള പരാമർശം കേട്ടപ്പോൾ ജനക്കൂട്ടം വീണ്ടും പ്രകോപിതരായി. സൈനികർ പൗലോസിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പൗലോസ് താൻ ജന്മനാ റോമൻ പൗരനാണെന്ന് അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടു. കാരണം റോമൻ പൗരനെ വിചാരണ കൂടാതെ ശിക്ഷിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നു. പിന്നീട് വിഷയം പരിശോധിക്കാനായി മഹാപുരോഹിതന്മാരുടെയും സൻഹെദ്രിന്റെയും മുമ്പാകെ പൗലോസിനെ ഹാജരാക്കി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.